നമസ്കാരം, ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളം ചേർന്നാണ്. ബിഗ് ബോസ് 7 തീർന്നു. മോരും എന്താ പറയാ, പശുവും ചത്തും മോരിലെ പുളിയും കെട്ടിട്ടും ചില ആൾക്കാർ ഈരിപ്പ് അന്ന് വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജയം തോൽവികളൊക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ തോൽവി അംഗീകരിക്കാൻ പറ്റാത്തൊരു മനസ്സായിരിക്കും, അതുകൊണ്ടായിരിക്കും ഒരു സങ്കടം വന്നിരുന്നതെന്ന് വെച്ച് ഇത് കഴിഞ്ഞിട്ടുള്ള പ്രകടനങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് രണ്ട് കാര്യം നമുക്ക് പറയണം, പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ആരാന്ന് വെച്ചാലും നമുക്കുള്ള കാര്യം പറഞ്ഞു തന്നെ അന്നും ഇന്നും ശീലം. എന്തായാലും കണ്ടുകളെ. പിന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അഖിൽ മാരാറിനോട് മാരാറ് കുട്ടിയാൽ മാക്രി അറിവായിരിക്കും, പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യ അറിയത്തില്ല. ഉറപ്പിക്കാവോ ശൈത്യെ? പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണെന്നൊന്നും പറയരുത് കേട്ടോ. ഞാൻ മാത്രമല്ല പിന്നെ ആരാ പിന്നെ കൂടെ കരയാനുള്ള, നമുക്ക് നോക്കിക്കളയാം. എന്തായാലും കുറച്ച് നമുക്ക് ഫ്ലാഷ് ബാക്കിലോട്ട് പോയി തപ്പുന്നതായിരിക്കും നല്ലത്. നിന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു നോക്കട്ടെ. ഞങ്ങളുടെ കാശ് അത്രയും പോയി. ഞാൻ തല ഉയർത്തി പിടിച്ചിട്ട് തന്നെയാണ് അവിടെ ഇറങ്ങി പോകുന്നത്. തല താഴ്ത്തിയല്ല, തല ഉയർത്തി പിടിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 1 വർഷമായിട്ട് ഞാൻ തല ഉയർത്തിപ്പിടിച്ച് എവിടെ നിന്ന് ഇറങ്ങി വന്നാണ്? ഏതോ യുദ്ധത്തിന് പോയതാണോ ഈ ബടൻ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എവിടെ നിന്നാണ് തല ഉയർത്തിപ്പിടിച്ച് ഇറങ്ങി വന്നതെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. പരിപാടിക്ക് പോയി അമ്മയും മകളും എന്ന് പറഞ്ഞ പരിപാടിയിൽ ചെന്ന് 5ാം സ്ഥാനം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും മകളും ഞങ്ങൾക്ക് സ്ഥാനം വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കുറഞ്ഞൊന്നും ഞങ്ങൾ സ്വീകരിക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ചുരുക്കഭാവം. അപ്പോൾ ജയതോൽവികളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തോൽക്കാൻ മനസ്സില്ല എന്ന് പറയുന്നത് അപ്പൊ ബിഗ് ബോസിൽ വന്നതിന് ശേഷം മാത്രമല്ല, ഇത് ജീനിനകത്തുള്ള ഒരു സാധനമാണ്. അപ്പൊ എന്തായാലും ബാക്കി അമ്മയോട് ചോദിക്കുക എന്തായിരുന്നു എന്നൊന്നും അറിയട്ടെ, എന്താ സംഭവം, എന്തുകൊണ്ട് അവർ മേടിച്ചില്ല എന്നുള്ളത് നമുക്ക് അറിയണം. കാരണം അവർക്കും പറയാൻ കാണുമല്ലോ. ഞാൻ ട്രോഫി മേടിക്കേണ്ടി പോകുന്നതും ആ 5ാം സ്ഥാനം, ആ ട്രോഫി എന്റെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതകാലം മൊത്തം ആ ട്രോഫി കാണും അല്ലേ. വീണ്ടും ഞാനിപ്പോ കാണുമ്പോഴൊക്കെ ഓർക്കും ഞാനൊരു 5ാം സ്ഥാനത്ത് ഒന്നും അല്ലാത്തവളായി പോയല്ലോ എന്നുള്ളൊരു, അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും. ആ ട്രോഫി കാണും, അത് കൂടി കൊണ്ട് തന്നെയാണ് അത് വേണ്ടത് വെച്ചത്. അത് കറക്റ്റ്. ഈ നമ്മൾ 5ാം സ്ഥാനമുള്ള ട്രോഫി വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഡീമോട്ടിവേഷൻ അടിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഫസ്റ്റ് പ്രൈസ് തന്നെ വേണം. എൻ്റെ അമ്മ പണ്ട് തോറ്റ എക്സാമിന്റെ പേപ്പർ മുഖം നോക്കണ കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് നീ അത് നോക്കി ജയിക്കണോടാന്ന് പറഞ്ഞ മോട്ടിവേഷനൊക്കെ എന്ത് അന്ന് അമ്മ പറഞ്ഞാൽ തോറ്റ പേപ്പർ കത്തിച്ച് കളയടാന്ന്. എങ്കിൽ ഞാനൊക്കെ എവിടെ എത്തിയത്? ഇതുപോലെ അമ്മ അതേ പറഞ്ഞത് ജീനിനകത്തുള്ള ഐറ്റം കേട്ടോ, പ്രശ്നമില്ല. എന്തായാലും ഇവർ ചെയ്ത പ്രകടനം എന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. എന്തായാലും വിളിക്കാം അവരെ, നമ്മുടെ നായകനെയൊക്കെ ഒന്ന് വിളിക്കട്ടെ, കാണട്ടെ. പക്ഷെ അതിനിടയിൽ അമ്മ ഇത് ട്രോഫി കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് ചില ആൾക്കാർ പറയുന്നത് കേട്ടായിരുന്നു. ഈ കിട്ടാത്ത മുന്തിരി പുളിച്ചാച്ചതാണോ എന്ന് ചോദിച്ചു നോക്കട്ടെ അമ്മയുടെ അടുത്ത്. ഞാൻ ട്രോഫിയെക്കാട്ടിലും വലുത് എനിക്ക് പൈസയാണ്. എന്റെ ജീവിതത്തില് പണമില്ലാതെ ഒന്നും നടക്കത്തില്ല ഈ ഭൂമിയില്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. പൈസ ഇല്ലാതെ ഈ ഭൂമിയിലൊന്നും നടക്കത്തില്ല. ട്രോഫിയേക്കാൾ വലുതാണ് എനിക്ക് പൈസ. അപ്പൊ എന്തായാലും നമുക്ക് ആ പ്രകടനം, മിന്നും പ്രകടനം കണ്ടുകളയാം. കാണിക്കാന്ന് ഞാൻ പറഞ്ഞു, അതിനിടയിലാണ് ഈ ഒരു പോയിന്റ് കയറി വന്നത്. നമുക്ക് മിന്നും പ്രകടനം ഒന്ന് കണ്ടുകളയാം. ലോകത്തിനു മുമ്പിൽ പ്രണയസൗധം താജ്മഹൽ തീർത്ത് വിസ്മയിപ്പിച്ച ചരിത്ര പുരുഷൻ ഷാജഹാൻ. കൊടുത്തത് നിങ്ങൾ ചാർമിനാർ. എന്തുകൊണ്ട് ഷാജഹാനും മുംതാസും കളിച്ചിട്ട് ചാർമിനാർ കാണിച്ച് പറ്റിച്ചപ്പം അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ചോദിച്ച് ഇത് അതല്ലല്ലോ ഐറ്റം എന്ന് ചോദിച്ചപ്പോ അമ്മ ചെറിയൊരു ബുദ്ധിമതിയാണ്. അമ്മയുടെ അല്ലേ മോള്, കാണിക്കാതിരിക്കുവോ? എന്നാലും മോള് പുറകിൽ നിൽക്കായിരുന്നാണ്, അല്ലെങ്കിൽ വീണ്ടും ആൾക്കാർ വിളിച്ചാലേ എന്തായാലും നോക്കിക്കള. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. അപ്പോ ആൾക്കാർക്ക് ഏകദേശം കാര്യം മനസ്സിലാക്കണം. സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ BP കൂടിയതായിരിക്കും കേട്ടപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ തോൽവി എന്ന് പറയുന്നത് ഏക്കാൻ പറ്റത്തില്ല, അല്ല ആരുടെങ്കിലും വിമർശനങ്ങൾ ഏക്കാൻ പറ്റാത്ത മനസ്സിൽ വരുന്നവരാണ് ഇങ്ങനെയുള്ള ഈ പണിക്ക് പോകാതിരിക്കാം. പക്ഷെ അവർ വീണ്ടും പോയി. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പരിപാടിയിൽ ചെന്ന് എന്ത് പ്രൈസ് മണി കിട്ടാനാണ് ചെയ്തത്? എന്തായിരുന്നു ഇവരൊരു സംഭവം? പൈസ ആണ് മുഖ്യമെന്ന് പറയുന്ന ഇവര് തന്നെ പറയുന്ന ഇവരുടെ വാക്കിൽ തന്നെ ഉള്ള ഈ വാചകം കൂടി കേൾക്കുക. 3 ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 6.5 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ കേട്ടില്ലേ? 3 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ട പരിപാടിക്ക് 6.5 ലക്ഷം രൂപ മുടക്കി ഇവര് പോകണമെങ്കിൽ
അപ്പോൾ അവിടെ കിട്ടാത്ത ട്രോഫിക്ക് വേണ്ടി പറഞ്ഞത് എന്താ? ട്രോഫി അല്ല വലുത്, പൈസയാണ്. പൈസ വലുതെങ്കിൽ ആരിലും 3 ലക്ഷം പ്രൈസ് കിട്ടുന്നോടത്ത് ഈ പറഞ്ഞ സംഭവം മുടക്കും ഇല്ല. അപ്പം കിട്ടാത്ത മുന്തിരി പുളിക്കും. പിന്നെ ജയവും തോൽവിയൊക്കെ ഉള്ളതാ. മക്കളോട് പറയേണ്ട വരുന്നില്ല, അടുത്തതിന് നീ വിജയിക്കുമെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന മാതാപിതാക്കൾ. അതിന് പകരം ഇതേപോലെ ഉച്ചക്കൂടെ പറയണതല്ല, ആ പെങ്കൊച്ച് ഈ പറഞ്ഞ അനുമോൾ എന്ന് പറഞ്ഞ പെണ്ണ് ജയിച്ചെങ്കിൽ അംഗീകരിച്ചു കൊടുക്കും. വേറെ ഒരുപാട് 10-25 പേരിനകത്ത് ഒരാളല്ലേ ജയിച്ചുള്ളൂ, ഒരാളെ ജയിക്കത്തുള്ളൂ. ആളാം വിധം ജയിക്കാനായിട്ട് ഇത് വേറെ കളിയൊന്നുമല്ലല്ലോ, ഇരുകൂട്ടരും ജയിക്കാനായിട്ട് ഇത് ഒരു സിംഗിൾ കളിയാണ്. ഇനി അതേ തൂങ്ങണ്ട, ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇതുപോലെ ഞാൻ ഉദ്ദേശിച്ച് ഫുട്ബോൾ ആകാം, ക്രിക്കറ്റ്, അതൊരു ഗ്രൂപ്പായിട്ട് ജയിക്കും. ഇതൊരു സിംഗിളായിട്ട് നമ്മളവിടെ കളിച്ച് ജയിക്കേണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് ഇവർക്ക് വിജയം വന്നില്ല എങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുക. ഞങ്ങൾ ജയിച്ചില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല, അടുത്തതിന് വേണ്ടി പ്രയത്നിക്കുക. അതല്ലേ മോട്ടിവേഷൻ കൊടുക്കണം. അതിന് പകരം ഇങ്ങനെയുള്ള അമ്മമാരാണ് ഇങ്ങനെയുള്ള മക്കളെ വളർത്തുന്നത്. ഇവർക്ക് ജയം തന്നെ വേണം, ഫസ്റ്റിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ എടുക്കില്ല. അഥവാ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഇരുന്നുകൊണ്ട് കുന്നായ്മ പറച്ചിൽ, ഇത് ശരിയല്ല, അവർക്ക് കൊടുത്തത് ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാരുടെ മുന്നിൽ ചെയ്യുന്നത്? അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അഡ്വക്കേറ്റും കൂടെ ആയ മകൾക്ക് ചിലപ്പം വിഷമം ഉണ്ടാവും. ഇതിനിടയിൽ പ്രതികരിക്കാൻ വരും. ഇപ്പൊ എന്റെ ജീവിതം എന്താവും അല്ലേ? ശരിക്കും ഉറങ്ങിക്കോളൂ സീസർ. ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. അപ്പോ ഗുഡ് നൈറ്റ്. ഉറക്കമില്ലാത്ത രാത്രികൾക്ക് വേണ്ടി കാത്തിരിക്കാല്ലേ? ആയിക്കോട്ടെ. അപ്പം ഇനി വരുന്ന ബിഗ് ബോസ് സീസണിലും ഇതുപോലെ ആൾക്കാർ PR വെക്കും. ഏറ്റവും കുറഞ്ഞ യുവജനോത്സവത്തിന് പോലും കലാകായിക പേരിൽ പരിപാടി നടത്തുമ്പോണ്ട സാറുമാരെ ക്യാൻവാസ് ചെയ്ത് പൈസ കൊടുത്ത് ജയിപ്പിക്കുന്ന നാടായ സ്ഥലത്ത് ഇത്രയും വലിയൊരു പ്രൈസ് മണി കിട്ടുന്നോടത്ത് PR-നെ വെച്ച് ആളുകൾ കളിക്കുന്ന ഊഹിക്കുന്നതൊക്കെ സിമ്പിളാണ്. എന്ന് വെച്ച് പ്രൈസ് മണിയുടെ 3/4 ഭാഗവും കളഞ്ഞ് ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് പ്രൈസ് മണി മാത്രമല്ല, ഒരു ഫെയിം ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ കാശ് കുറച്ച് മുടക്കിയാലും നഷ്ടമൊന്നുമില്ല. അടുത്ത കൊല്ലത്തെ ബിഗ് ബോസ് എത്ര സമയത്താണോ? എവിടെയാണ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടോ? ഉടനെ അയച്ചു നോക്കട്ടെ. എന്തായാലും PR നമുക്കും പറ്റുമോ നമ്മളും നോക്കാം അടുത്ത പ്രാവശ്യം. അപ്പൊ ശരി, വീണ്ടും സ്ക്രീനിൽ കാണാം. ഗുഡ് നൈറ്റ്. സ്ലീപ്ലെസ് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഗുഡ് നൈറ്റ്.